സ്പിരിച്വൽ ഓൾട്ടർ ആത്മീയ ബലിപീഠത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നമ്മൾ സംസാരിച്ചത്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ബിബ്ലിക്കൽ ബേസിസ് ആണ് ഈ ബലിപീഠത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇനിയും നമ്മൾ തുടർമാനമായിട്ട് ഇതെങ്ങനെ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇത് കൺസ്ട്രക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ഒരു സ്പിരിച്വൽ ഓൾട്ടർ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സംസാരിച്ചതാണ്. അത് നിങ്ങൾ 2 എപ്പിസോഡ് നോക്കണം. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ പ്ലേസ് വെയർ കവനൻസ് ആർ ആക്ടിവേറ്റഡ്. ഉടമ്പടികൾ ആക്ടിവേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ്. അത് നമുക്ക് ജീവൻ തരുന്നതാണ്. ഓൾട്ടർ ഒരിക്കലും ചത്തുപോകുന്നില്ല, കാരണം ടൈം ഫാക്ടർ അതിനകത്തില്ല. കാരണം ഇറ്റ് വാസ് എ സ്പിരിച്വൽ തിങ്. സ്പിരിച്വൽ തിങ്സിലൊന്നും ടൈമില്ല. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല, ഇല്ലാതെയായി പോകുന്നതല്ല. അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഓൾട്ടറുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണം. പിശാച് എന്തെങ്കിലും ചെയ്തോട്ടെ, അതൊന്നും നമ്മൾ നോക്കണ്ട. ആത്മീയമായിട്ടുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം. ഏലിയാവിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, അവന് കർമ്മേൽ പർവ്വതത്തിൽ ചെന്നിട്ട് ചില വീര്യപ്രവൃത്തികളൊക്കെ നടത്തി നമുക്കറിയാം. അത് എന്താണ് അവിടെ കാണിച്ചത്? അവന് പഴയതായിട്ടുള്ള ഓൾട്ടറെല്ലാം റിപ്പയർ ചെയ്ത് അതെല്ലാം റിപ്പയർ ചെയ്തിട്ട് ഒരു രീതി പറഞ്ഞാൽ അതൊരു പ്ലേസ് ഓഫ് റിപ്പൻറ്റൻസ് ആൻഡ് ബ്രോക്കൺനെസ് ആയിരുന്നു. ഇസ്രായേൽ ഗോത്രത്തിൻ്റെ നമ്പറിനല്ലോ കല്ലൊക്കെ എടുത്ത് വെച്ച് അവൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ, ദൈവത്തിൻ്റെ കവനൻറ്റുകളെല്ലാം ഓർത്ത് ആ ജീവനുള്ള ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കാനായിട്ടൊരു ഓൾട്ടർ അവിടെ റിപ്പയർ ചെയ്യുകയാണ്. നേരത്തെ ഉള്ള ഓൾട്ടർ അവിടെ റിപ്പയർ ചെയ്യുകയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ ഓൾട്ടർ ചില ജീവിതങ്ങളിൽ ഇന്ന് റിപ്പയറിങ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ എല്ലാം തന്നെ ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് റിപ്പൻറ്റൻസ് ആൻഡ് ബ്രോക്കൺനെസ് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് നമ്മൾ റിപ്പയർ ചെയ്യണം എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക. ഇതിലേക്ക് വീണ്ടും നമ്മൾ വരും. നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ഓൾട്ടർ റേസ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് വി ഷുഡ് ഗോ ഫോർ റിപ്പൻറ്റൻസ് ആൻഡ് ബ്രോക്കൺനെസ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, എവിടെയൊക്കെ തകരണം, അവിടെ എല്ലാം നമ്മൾ ഇല്ലാതെയായിത്തീരുന്ന ഒരു അനുഭവം. ദാവീദിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേ, ദാവീദ് തകർന്ന സമയം, പാപത്തിൽ അകപ്പെട്ട് തളർന്നു പോയ സമയം, ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സങ്കീർത്തനം 51 എന്ന് പറയുന്നത്. സങ്കീർത്തനം 51-ന്റെ 17-ാം വാക്യത്തിലെ ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നമ്മുടെ മനസ്സ് തകരുമ്പോഴേ അത് ഇമോഷൻസായിട്ട് പുറത്ത് വരുന്നതാണ് കണ്ണുനീര്. നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോഴേ അത് ഇമോഷൻസായിട്ട് പുറത്ത് വരുന്നതാണ് കണ്ണുനീര്. ദൈവസന്നിധിയിലുള്ള കണ്ണുനീര് ദൈവം ഒരിക്കലും മറന്നു കളയുകയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മളൊരു ഓൾട്ടർ നമ്മുടെ ജീവിതത്തിൽ റേസ് ചെയ്യാൻ, ഒരു സ്പിരിച്വൽ ഓൾട്ടർ റേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കേണ്ടത് നമ്മൾ തകർന്നു നുറുങ്ങിയ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു. 2 ശമൂവേൽ 24-ാം അധ്യായത്തിൻ്റെ 10 തൊട്ടുള്ള വാക്യങ്ങളിൽ അവിടെ ദാവീദ് ഒരു മഹാപാപം ചെയ്ത് ദൈവത്തോട് റിപ്പൻറ്റൻസ് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങളതെടുത്ത് വായിച്ചു നോക്കണം. ഞാനതിലേക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് വരുന്നില്ല. 10 തൊട്ട് അതിൻ്റെ അവസാനം വരെ 25 വരെയുള്ള വാക്യങ്ങളിലാണ് അതിൽ പറയുന്നത്. എന്താണ് അവൻ ചെയ്തതെന്ന് ചോദിച്ചാൽ, അവൻ ദൈവത്തിൻ്റെ ശക്തിയൊക്കെ ഉപരിയായിട്ട് ഇസ്രായേലിലെ ശക്തിയെക്കുറിച്ച് നമ്പർ എണ്ണി. ആളുകളുടെ എണ്ണം അനുസരിച്ച് ശക്തി ഉണ്ട് എന്ന് അവൻ വിചാരിച്ചു. 24-10 ദാവീദ് ജനത്തെ എണ്ണി ശേഷം തൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട്, ഞാൻ ഈ ചെയ്ത മഹാപാപം, എന്നാൽ യഹോവേ അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ നടന്ന സംഭവം, ദാവീദിൻ്റെ ദർശകനായ ഗാദ് പ്രവാചകൻ അരുളപ്പാടുണ്ടായി. ദാവീദിനോട് ചെന്ന് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ ചില പണിഷ്മെൻറ്റ് ഈ രാജ്യത്തിനുണ്ടാവും, ക്ഷാമം ഉണ്ടാവും, അല്ലെങ്കിൽ നിന്നെ ശത്രുക്കൾ പിന്തുടരണം, അല്ലെങ്കിൽ മഹാമാരി ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നീ എന്ത് വേണം എന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് അവന് പറയുന്ന ഭാഗമാണ്,
നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവൻ്റെ കരുണ വലുതല്ലോ, മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ ദാൻ മുതൽ ബർശേവ വരെ വലിയ ഒരു മഹാമാരി ദൈവം അയച്ച് 70,000 പേര് മരിച്ചുപോയി എന്ന് മനസ്സിലാക്കും. ഒരു പാപം ചെയ്തു, അതിന് ദൈവം ഒരു പണിഷ്മെൻറ്റ് കൊടുത്തു. പണിഷ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അവൻ എന്താ ചെയ്ത്, അവനെ യബൂസിനായ അരവനയുടെ കളത്തിൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് അവസാനം ദാവീദ് യഹോവയ്ക്കൊരു യാഗപീഠം പണിത് 25-ാം വാക്യത്തിൽ ഹോമയാഗങ്ങൾ സമാധാനം അർപ്പിച്ചു. അപ്പോൾ യഹോവ ദേശത്തെ പ്രാർത്ഥന കേട്ട് ബാധ ഇസ്രായേലിനെ വിട്ടുമാറുകയും ചെയ്തു. ഇവിടെ കാണുന്നത് ഒരു കവനൻ്റാണ്. ഇതെല്ലാം ഞാൻ ഈ കവനൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഉടമ്പടിയാണ്. ദൈവം മനുഷ്യനോട് പ്രസാദിക്കുന്ന, ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്ത് അത് ഫുൾഫിൽ ചെയ്യുമ്പോഴേ പ്രസാദിക്കുന്ന ഒരു ദൈവം. ഇവിടെ അതുപോലെ തന്നെയാണ് കാണുന്നത്. ഒരു പാപം ചെയ്തു, അതിനെതിരായിട്ടൊരു യാഗം കഴിക്കുന്ന, ഒരു യാഗപീഠം പണിത് ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചപ്പോഴേ ദൈവം പ്രാർത്ഥന കേട്ട് ഇസ്രായേലിൻ്റെ ബാധ വിട്ടുപോയി എന്നേ കാണുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലെ, നമ്മുടെ ലൈഫിൽ നമ്മൾ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നമ്മൾ റേസ് ചെയ്യുമ്പോഴേ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്പിരിച്വൽ ആക്ടിവിറ്റീസ് റേസ് ചെയ്യുമ്പോഴും അവിടെ ഒരു ഓൾട്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തികൾ ചെയ്യുക. നമ്മളതിലേക്ക് വീണ്ടും വരും. ആദ്യം നമ്മൾ പറഞ്ഞ് ബ്രോക്കൺനെസ് ആൻഡ് റിപ്പൻറ്റൻസ് നമ്മുടെ ജീവിതത്തിലെ ഓൾട്ടർ പണിയാനായിട്ട് നിലവിലുള്ള പുതുക്കി പണിയാനായിട്ടുള്ള ഓൾട്ടറുകൾ ഇടിഞ്ഞു കിടക്കുന്നത് പണിയാനായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേ കാര്യം തന്നെയാണ് നെഹമ്യാവ് തൻ്റെ ജീവിതത്തിൽ ചെയ്തത്. നെഹമ്യാവ് യെരുശലേമിൻ്റെ മതിലുകൾ പണിയുന്നതിന് മുമ്പ് അവൻ ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റു പറഞ്ഞു. ഈ ഡിക്ലെയർഡ് ഫാസ്റ്റ്, അവൻ ഉപവാസം വിളിച്ചു പറഞ്ഞ് സകല ജനത്തിൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അനുതാപത്തോട് ദൈവസന്നിധിയിൽ വരുന്നതായിട്ട് കാണും. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം. എന്താണ് ദൈവത്തിൻ്റെ വചനം ക്രിയേറ്റ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു പ്രോമിസാണ്, ഒരു വാഗ്ദാനമാണ്. ദ വേർഡ് ഓഫ് ഗോഡ് ബിക്കംസ് യുവർ ഗ്യാരണ്ടി, നമ്മുടെ ഒരു ഗ്യാരണ്ടിയാണ്. ഓൾട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദ വേർഡ് ഓഫ് ഗോഡ് ബിക്കംസ് അവർ ഗ്യാരണ്ടി. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ദൈവവചനപ്രകാരം അത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെ ഒരു കാര്യം, ഏഞ്ചൽസിനെ, ദൂതന്മാരെ ആക്ടിവേറ്റ് ചെയ്യാൻ പോലും അവർ ചോദിക്കുന്നത് ഇൻ വാട്ട് സ്റ്റാൻഡ് യു ആർ ഡൂയിങ്, നിങ്ങൾ എന്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്, അവരും അതിന് ബാധ്യസ്ഥരാണ്. സോ ഈവൻ ഏഞ്ചൽസ് വിൽ ആസ്ക് അബൌട്ട് ദ ഗ്യാരണ്ടി ഓഫ് യുവർ സ്റ്റാൻഡിങ്. നമ്മൾ ദൈവവചനപ്രകാരം നിൽക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ സ്റ്റാൻഡിങ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ഈ ദൂതന്മാർ പോലും നമ്മുടെ വാക്കുകൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ദൂതന്മാരോട് റിക്വസ്റ്റ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവവചനപ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ. നേരത്തെ ഞാൻ പറഞ്ഞാണ്, ദൈവവചനത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ദൈവവചനം എന്ന് പറയുന്നത് ശരിക്കും യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം ഉൽപ്പത്തിക്ക് മുമ്പ് എഴുതേണ്ടതായിരുന്നത് എനിക്ക് തോന്നുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനമാണ് അന്ധകാരത്തെ മാറ്റുന്നത്. വചനം ഉള്ളിലേക്ക് വരുന്നതനുസരിച്ച് പ്രകാശം ഉള്ളിൽ വരികയാണ്. അതുകൊണ്ട് വചനത്താലാണ് വിടുതൽ, വചനമാണ് നമ്മളെ ശക്തീകരിക്കുന്നത്, വചനത്തിലാണ് പരിശുദ്ധാത്മാവ് ബ്രൂഡ് ചെയ്യുന്നത്. കോഴി അടയിരിക്കുന്നത് പോലെ വചനത്തിന്മേലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനമാണ് ബേസിസ് ഫോർ ദ ഏഞ്ചൽസ് ടു ആക്ട്. ഈ ദൂതന്മാർ പോലും നമുക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന വചനപ്രകാരമാണ്. അവിടെ നമ്മൾ വചനത്തിൽ നിൽക്കാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഓൾട്ടർ ബലപ്പെടുകയാണ്, ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇനിയും അതിനകത്തുള്ളത് എന്താണ്? ദൈവവചനപ്രകാരം നമ്മൾ ആ റൂൾസ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ അതിൽ സാക്രിഫൈസ് അർപ്പിക്കുകയാണ്. യാഗം എന്ന് പറയുന്നതിനകത്ത് ദ പവർ ഓഫ് സാക്രിഫൈസ്, എൻഗേജ് ദ പവർ ഓഫ് സാക്രിഫൈസ്, അതിനകത്ത് 4 ലെവലുണ്ട്. ഒന്നാമത്തെ ലെവൽ, ആ ഓൾട്ടറിലെ നമ്മളെ തന്നെ യാഗം കഴിക്കുകയാണ്. ഇത് ഒരുപാട് പ്രാവശ്യം പറയുന്നതാണ്. യോഹന്നാൻ്റെ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, സൗരഭ്യവാസനയായിട്ടുള്ള യാഗമായി നമ്മളെ തന്നെ സമർപ്പിക്കുന്ന കാര്യം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ തന്നെ ഹോളി ആൻഡ് അക്സെപ്റ്റബിൾ. ഈ ഹോളി ആൻഡ് അക്സെപ്റ്റബിൾ എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരവും ദൈവത്തിൻ്റെ ആലയമാണെന്ന് നമ്മൾ മറന്നു പോകരുത്.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ വസിക്കുകയാണ്. അവിടെ നമ്മുടെ ശരീരം ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ശരീരത്തിൽ കൂടിയും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ആവശ്യമാണ്. നമ്മുടെ ഓരോ അവയവങ്ങളും ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. ഒരു അവയവത്തിൽ കൂടിയും പാപം കടന്നു വരാൻ പാടില്ല. ഓരോ അവയവവും ദൈവത്തിൽ സബ്മിറ്റ് ചെയ്യണം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് നമുക്കറിയാം, ഇയ്യോബ് പഠിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം അവൻ നാവ് കൊണ്ട് പോലും ഇക്കാര്യങ്ങളിലൊന്നും നാവ് കൊണ്ട് പോലും പാപം ചെയ്തില്ല എന്ന് കാണും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം തന്നെ എല്ലാ അവയവങ്ങൾ കൂടിയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരണം. അതാണ് മാനിഫെസ്റ്റേഷൻ. യേശുവിൻ്റെ പത്രങ്ങളായിട്ട്, യേശുവിനെ വായിക്കുന്നവരായിട്ട്, വോക്ക് ദ ടോക്ക്, വാക്കല്ല പ്രവൃത്തിയിൽ കൂടി നമ്മുടെ ജീവിതങ്ങൾ കൂടി വെളിപ്പെട്ട് വരണം. അതാണ് ആദ്യത്തെ പാർട്ട് ഓഫ് സാക്രിഫൈസ്. പുട്ട് ഓൺ ഓൾട്ടർ യുവർ സെൽഫ്. ഇതുമായിട്ട് ചേർന്നൊരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലെ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച്, 23 തൊട്ട് വായിക്കാം. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ട് എന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ച് ഒന്നാമത് എന്ന സഹോദരനെ നിരന്നുകൊള്ളുക, പിന്നെ വന്ന് വഴിപാട് കഴിക്കാം. സോ ലീവ്, റെക്കൺസൈൽ, കം. ആദ്യം അവിടെ യാഗപീഠത്തിൽ വഴിപാട് വെച്ചിട്ട് സഹോദരൻ്റെ അരികെ പോയി റെക്കൺസൈൽ ചെയ്തിട്ട് പിന്നീട് തിരിച്ചു വരിക, തിരിച്ചു വന്ന് വഴിപാട് ചെയ്യുക. അതിന് സഹോദരനോട് നിരപ്പാകാനുണ്ടെങ്കിൽ നിരപ്പാകുക, അതും ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. അതെന്താ, ശരീരം മാത്രമല്ല മനസ്സും പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവം. ശരീരവും മനസ്സും പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവം. 2-ാമത്തെ ലെവൽ, ദ പവർ ഓഫ് സാക്രിഫൈസ്. 4 ലെവലാണ്. ഒന്ന് ശരീരത്തിൻ്റെ കാര്യവും മനസ്സിൻ്റെ കാര്യവും പറഞ്ഞു. 2-ാമത് എബ്രായർ 13:15 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. പ്രൈസ് ആൻഡ് വർഷിപ്പ്. സ്തോത്രയാഗം അർപ്പിക്കാനായിട്ട് പറയുന്നു, ഇടവിടാതെ അർപ്പിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൈസ് ആൻഡ് സാക്രിഫൈസ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനായിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കമായിട്ട് പെട്ടെന്ന് ഞാൻ റെഫറൻസ് എടുക്കാൻ പറയുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 16 ജയിലിൽ കിടന്ന പൗലോസ് ശീലാസം പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴെന്താ സംഭവിച്ചത്? ഒരു സാക്രിഫൈസ് ഓഫ് പ്രൈസ് ക്രിയേറ്റഡ് എ പോർട്ടൽ ദാറ്റ് ടച്ച് ഹെവൻ. സ്വർഗത്തെ തൊടുന്നൊരു പോർട്ടൽ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ദൈവം അവിടെ ഇറങ്ങി വന്നു. ദെയർ വാസ് ആൻ എർത്തുക്വേക്ക്. അവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടായതായിട്ട് കാണും. അതുകൊണ്ട് സ്തോത്രയാഗം നമ്മുടെ നാവിൽ നിന്ന് വരുമ്പോഴേ ദൈവത്തിനുള്ളൊരു സാക്രിഫൈസ് ആയിട്ട് അത് തീരുകയാണ്. സങ്കീർത്തനം 51 നേരത്തെ പറഞ്ഞ ദാവീദ് പ്രാർത്ഥിക്കുന്നതാണ്. 51:15 കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും. ദൈവത്തിൻ്റെ സ്തുതിയെ നാവ് കൊണ്ട് വർണ്ണിക്കുന്ന ഒരു ദാവീദ്. സങ്കീർത്തനം 50:14 ഇതുപോലെ പറയുന്ന കഷ്ടകാലത്ത് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. 50:14 ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന്റെ നിന്റെ നേർച്ചകളെ കഴിക്കുക. ഇവിടെ ഇത് തന്നെ പറയുന്നത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന ഒരു കാര്യം. 3-ാമത്തെ ദ ലെവൽ ഓഫ് സാക്രിഫൈസ് എന്ന് പറയുന്ന 3-ാമത്തത് സാക്രിഫൈസ് ഓഫ് പ്രെയർ ആണ്. ഇഫ് ദർ ഇസ് നോ പ്രെയർ ദ ഓൾട്ടർ വിൽ നോട്ട് കം ഇൻ ടു ലൈഫ്. ഈ ഓൾട്ടറിനകത്ത് ജീവൻ വരണമെങ്കിൽ പ്രാർത്ഥന വരണം. പ്രെയർ വിൽ സ്റ്റേ ഇൻ സ്പിരിറ്റ് വെദർ ഹോളി ഓർ അൺഹോളി. ഇത് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. അവിശുദ്ധമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിശാചിനെ പ്രാർത്ഥിക്കുകയും പിശാചിനെ സ്തുതിക്കുകയും പിശാചിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതും ഓൾട്ടറിനകത്തുണ്ട്. ഹോളി ഓൾട്ടറിലല്ല, അൺഹോളി ഓൾട്ടർ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതെങ്കിലും ഈവിൾ കവനൻസ് നമ്മുടെ ജീവിതങ്ങളിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അൺഹോളി ഓൾട്ടർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയണം. ഏറ്റു പറഞ്ഞ അൺഹോളി ഓൾട്ടറിനെ ഇടിക്കണം.
ഇവിടെ നമ്മൾ പറയുന്ന പ്രയർ ഇറ്റ് ഈസ് നോട്ട് ആൻ അൺഹോളി, നമുക്ക് ജീവൻ തരുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കണം. ലേവ്യ പുസ്തകം 6:13 യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് യാഗപീഠത്തിനകത്ത് പരിശുദ്ധാത്മാവെന്ന അഗ്നി എപ്പോഴും ഇറങ്ങണം. ഈ രീതിയിലുള്ള അഗ്നി ഈവിൾ സ്പിരിറ്റിൻ്റെ സൈഡിലും ഉണ്ട്. ഞാനത് രണ്ടും കമ്പയർ ചെയ്ത് ഞാൻ പറയുകയാണ്. അവിടെയും ഉണ്ട് ഇതുപോലെ. അവരെപ്പോഴും ഈ സാക്രിഫൈസ് ഓഫ് പ്രെയർ അവരുടെ ഡേറ്റിക്ക് ചെയ്യുന്നുണ്ട്. മന്ത്രവാദം ചെയ്യുന്നവരെ കുറിച്ച് നിങ്ങൾക്കറിയാം. മന്ത്രം ചൊല്ലുമ്പോൾ, പൂജ ചൊല്ലുമ്പോൾ അവർ ചൊല്ലുന്ന പ്രാർത്ഥന ആ ഈവിൾ സ്പിരിറ്റിനെ ഉണർത്തിക്കൊണ്ടിരിക്കും. അത് ഒരിക്കൽ നിർത്താൻ പാടില്ല. അതിങ്ങനെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഈവിൾ ഓൾട്ടറിന് ഉള്ള കാര്യമാണ്. എന്നാൽ സ്പിരിച്വൽ ഓൾട്ടറിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തിക്കൊണ്ടേയിരിക്കണം. പഴയ നിയമത്തിലെ ആ ഓൾട്ടറിൽ കത്തിക്കൊണ്ടിരുന്നു. 4ാമത്തെ ലെവൽ എന്ന് പറയുന്ന സാക്രിഫൈസ് ഓഫ് സീഡാണ്. സാക്രിഫൈസ് ഓഫ് സീഡ്, ദാറ്റ് ഈസ് ദ ഗിവിങ്. ഈ ഗിവിങ് എന്ന് പറയുമ്പോഴേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സീഡ് പ്രിൻസിപ്പിളാണ്. നമ്മൾ ഇഗ്നോറൻസിലല്ല കൊടുക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടും ഉണ്ട്, രണ്ട് രീതിയിലും പറയണം. നിങ്ങൾക്കറിയാം, അമ്പലങ്ങളിലെ മോസ്കുകളിലൊക്കെ പോയി കഴിയുമ്പോഴേ അവിടെ കാണിക്കകൾ ഇടുന്ന കാര്യം നിങ്ങൾക്കറിയാം അല്ലേ? അവിടെ കാണിക്കകൾ ഇടുന്നുണ്ട്. എന്തിനാ കാണിക്കകൾ ഇടുന്നത്? ആ കാണിക്ക ഇടുന്ന അല്ലെങ്കിൽ അവന് ഓഫറിങ് കൊടുക്കുകയാണ്. എന്തിനാണ്? ദാറ്റ് ഈസ് ദ സാക്രിഫൈസ് ഓഫ് എ സീഡ്. അവർ അത് വർദ്ധിക്കുവാനായി കൊടുക്കുന്നതാണ്. അവർ അനുഗ്രഹിക്കപ്പെടുവാൻ. അതൊരു ഈവിളായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു ദൈവം, ആ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോഴേ യഥാർത്ഥ ദൈവം നമ്മൾ ഓഫർ ചെയ്യുന്നത് നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ദൈവത്തിന് ഓഫർ ചെയ്യുകയാണ്. ഹയർ ദ സാക്രിഫൈസ്, സ്ട്രോങ്ങർ ദ ഓൾട്ടർ. ഇത് രണ്ട് രീതിയിൽ സെയിമാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തിന് കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഡൂയിങ് ഔട്ട് ഓഫ് ഇഗ്നറൻസ് യു വിൽ നോട്ട് സീ റിസൾട്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു സ്തോത്രകാഴ്ച ഇടുന്നതല്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ വിതയ്ക്കുക. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. അതൊരു പ്രിൻസിപ്പിളാണ്. നമ്മുടെ പണം ദൈവത്തിൻ്റെ സന്നിധിയിലെ യാഗമായി സമർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് 30, 60, 100 മേനി ഫലം കായ്ക്കും. നമ്മൾ മറന്നു പോകരുത്. അത്രയും ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സാക്രിഫൈസ് ഓഫ് സീഡ്, ദാറ്റ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ ഈ 4 രീതിയിൽ, ഞാൻ 4 രീതിയിലാണ് പറഞ്ഞത്. 4 ലെവൽസ് ഓഫ് സാക്രിഫൈസ് ആണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് നിങ്ങളെ തന്നെ ഓൾട്ടറിൽ സബ്മിറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ് നിങ്ങളുടെ സ്തുതിയും സ്തോത്രവും ദൈവസന്നിധിയിൽ സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത് നിങ്ങളുടെ പ്രെയർ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. നാലാമത് പറഞ്ഞത് ദ സീഡ് ഓഫ് സാക്രിഫൈസ് ദൈവസന്നിധിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ രീതിയിലാണ് നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മുടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ 4 രീതിയിലാണ്. ഓക്കെ, അതിൻ്റെ മേജർ പോയിന്റിൽ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ആദ്യം പറഞ്ഞത് ദ റിപ്പൻറ്റൻസ് ആൻഡ് ബ്രോക്കൺനെസ്, നമ്മുടെ അനുതാപം ദൈവത്തോട് ഏറ്റുപറയുന്നത്. രണ്ടാമത് പറഞ്ഞത് വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം, ആ പ്രോമിസസ് നമ്മൾ മുറുകെ പിടിക്കുകയാണ്, ആ ലീഗൽ റൂൾസ് നമ്മൾ മുറുകെ പിടിക്കുകയാണ്. മൂന്നാമത് പറഞ്ഞതാണ് നമ്മുടെ സാക്രിഫൈസിനെ കുറിച്ച് പറഞ്ഞു. സാക്രിഫൈസ് എന്നത്തുള്ള 4 ഘടകങ്ങൾ പറഞ്ഞത്. ഇനിയും അടുത്ത പോയിന്റ് പ്രൊഫറ്റിക് ഡിക്രീസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ ഡിക്രീ ചെയ്യുക. അതെന്താണ് ഡിക്രീ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അടുത്ത ജനറേഷന് ഈ ദൈവത്തിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുക എന്നുള്ളതാണ്. ഈ സ്പിരിച്വൽ പോർട്ടല്
എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പുറത്താണ്. അപ്പോൾ നാലാമത്തെ ഈ പ്രൊഫറ്റിക് ഡിക്രീസ് അബൌട്ട് യുവർ ലൈഫ്, അത് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പ്രൊഫസ് ചെയ്യാണ്. നമ്മുടെ ജീവിതം ഏത് രീതിയിൽ വരണമെന്ന് നമ്മൾ പറയുകയാണ്. അത് പ്രാർത്ഥനയിൽ കൂടി നമ്മളത് സബ്മിറ്റ് ചെയ്യാണ്. ഒരു ജെന്യുവിൻ റിപ്പൻറ്റൻസോടുകൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്. 1 യോഹന്നാൻ 1:7, 8, 9 വാക്യങ്ങളിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്. അതുപോലെ എക്സോഡസ്, ഉൽപ്പത്തി പുസ്തകം 20:24 ഈ വാക്യമുണ്ട്. ദൈവം അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വാക്യമാണ്. എനിക്ക് മണ്ണുകൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിൽ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. ഇവിടെ ഇതൊരു ഒരു മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ഒരു യാഗപീഠമാണെങ്കിലും ഇതുപോലെ തന്നെ ആത്മീയമായിട്ടൊരു യാഗപീഠമുണ്ട്, ഒരു സ്പിരിച്വൽ ഓൾട്ടർ ഉണ്ട്. അവിടെ ദൈവം നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ 4 പോയിന്റാണ് ഇത് കൺസ്ട്രക്ഷനെ കുറിച്ച്, നമ്മുടെ ഓൾട്ടർ കൺസ്ട്രക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതുകൊണ്ട് തീരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു എപ്പിസോഡൂടെ കഴിഞ്ഞിട്ട് തീരുള്ളൂ. എൻ്റെ സമയം തീർന്നുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൂടെ പറഞ്ഞ് നമ്മൾ ഈ ഓൾട്ടർ ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയും കൂടെ ഉണ്ട്. അടുത്ത എപ്പിസോഡിലെ ഈ ഈവിൾ ഓൾട്ടേഴ്സ് ബ്രേക്ക് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കും. ഒരു ഈവിൾ ഓൾട്ടേഴ്സ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കണം. ഈവിൾ ഓൾട്ടേഴ്സ് എന്ന് അനേകം ആളുകളുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നൊരു കാര്യമാണ്. എന്നെ വിളിച്ച് പലരും പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പം തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഈവിൾ ഓൾട്ടർ ഉണ്ടെന്ന്. ആ ഈവിൾ ഓൾട്ടറിനെ പൊട്ടിച്ചേ പറ്റുള്ളൂ. എന്നോട് കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഈ ഈവിൾ ഓൾട്ടർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകും. അത് അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയാം. ഇന്ന് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങളിലെ സ്പിരിച്വൽ ഓൾട്ടർ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇതിന് ഈക്വലൻ്റായിട്ട് വേറൊരു ഈവിൾ ഓൾട്ടർ ഉണ്ട്. ഈ 4ാമത്തെ പോയിന്റ് അടുത്ത എപ്പിസോഡിൽ ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഈ പ്രൊഫറ്റിക് ഡിക്രി അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത ഈ ഓൾട്ടറിന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കത് എൻഡ് ചെയ്യാം. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലെ ഓൾട്ടർ ഏത് രീതിയിലാണെന്ന് വിശകലനം ചെയ്യുവാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം. സ്പിരിച്വൽ ഓൾട്ടർ ഏത് രീതിയിൽ പണിയണമെന്ന് ഞങ്ങൾ ചിന്തിച്ചല്ലോ. എന്നാൽ അതിനകത്ത് കർത്താവെ പലപ്പോഴും അതിനകത്ത് തീയില്ലാത്ത അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, തീ അതിൽ കെടാനായിട്ട് പാടില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അതിലെപ്പോഴും ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. ഞാനാണ് മഹാപുരോഹിതൻ എന്ന് പറഞ്ഞ് ആ അഗ്നി എപ്പോഴും കത്തിക്കുകയും അവിടെ നിന്ന് സൗരഭ്യവാസനയായി യാഗമായി അത് പുറപ്പെടുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ കർത്താവേ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഈ സ്പിരിച്വൽ ഓൾട്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഈവിൾ ഓൾട്ടർ ഉണ്ടെങ്കിൽ അതെല്ലാം ക്യാൻസൽ ചെയ്യുകയാണ്. അത് കർത്താവെ അത് ക്യാൻസൽ ചെയ്ത് കർത്താവെ അതിൽ ജയമെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം. ഏതെങ്കിലുമൊക്കെ കർത്താവെ പൈശാചിക പീഡനങ്ങളിലിരിക്കുന്ന ആളുകൾ ഇത് കാണുന്നു. പ്രത്യേകിച്ചും മെൻ്റൽ ഡിപ്രഷനിൽ റൂമിനകത്ത് കയറി ഇരുന്ന് അടച്ചിരിക്കുക, ആരോട് സംസാരിക്കാനായിട്ട് ഇഷ്ടമില്ലാതെ ഇരിക്കുക, വിഡ്രോ ചെയ്ത് അകത്തേക്ക് ഇരിക്കുക, ജോലിക്ക് സംബന്ധിക്കാതെ ഇരിക്കുക, പോകാതിരിക്കുക, ഭാര്യയോട് സംസാരിക്കാതിരിക്കുന്ന ഭർത്താവിനോട് സംസാരിക്കുന്ന ഭാര്യ. ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ വരികയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്ന് നിങ്ങൾക്കൊരു വിടുതൽ വരികയാണ്. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? അവരുടെ സ്റ്റാൻഡ് ബൈയോ മാതാപിതാക്കളോ ആണെങ്കിൽ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വലിയൊരു റിലീസ് വരികയാണ്. ഐ കമാൻഡ് ഓൾ ദി ഈവിൾ സ്പിരിറ്റ് ടു ഗെറ്റ് അവേ ഫ്രം ദ ഹൗസ്. ആ ഭവനത്തിൽ നിന്ന് അശുദ്ധാത്മാക്കളെ ഇപ്പോഴേ പുറത്തു പോകട്ടെ. ആ വ്യക്തികൾ സംസാരിക്കട്ടെ. ആ വ്യക്തികളുടെ ജീവനുള്ള ഡിപ്രഷൻ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, അനുഗ്രഹിക്കും സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങളിത് വാച്ച് ചെയ്യുക. അടുത്ത എപ്പിസോഡുകൂടി നമ്മളെ ഈ ഓൾട്ടറിൻ്റെ എപ്പിസോഡ് ഇവിടെ തീരും. അതിൻ്റെ ഡെലിവറൻസ് പ്രയറും അതിനോട് കൂടെ നടക്കും. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും അനേകം ജീവിതങ്ങളിൽ ഇത് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഏത് രീതിയിൽ ഇതിന് പ്രയോജനപ്പെട്ടു നിങ്ങൾ അറിയിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് എപ്പിസോഡൂടെ കണ്ടിട്ട് ഇത് കാണാവൂ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ
ആ വാട്സാപ്പ് നമ്പർ അയച്ചു തന്നാൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.